ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം പച്ചരിയാണ് എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി ഉഴുന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കുതിർത്തി വയ്ക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഉഴുന്നിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് 4 മണിക്കൂർ കുതിർത്താനായിട്ട് വയ്ക്കണം. ഇപ്പോൾ അരിയും ഉഴുന്നെല്ലാം തന്നെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി കഴുകിയിട്ട് ഇതിലത്തെ വെള്ളമെല്ലാം തന്നെ നന്നായി വാർത്ത് മാറ്റണം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിൽ നമുക്ക് ആദ്യം ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഉഴുന്ന് മുഴുവനായിട്ട് ഈ ഒരു ജാറിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഉഴുന്നിൻ്റെ നേർ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായി പോവാതെ പ്രത്യേകം നോക്കണം. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഉഴുന്ന് ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പകുതി നമ്മൾ എടുത്തിട്ടുള്ള ഉഴുന്നിൻ്റെ പകുതിയോളം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ 3/4 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നേരത്തെ 1 കപ്പ് വെള്ളം എടുത്തതിൽ 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്നെല്ലാം തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നെല്ലാം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ ഈ അരിയുടെ നേർ പകുതി ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അരി അരച്ചെടുക്കുമ്പോൾ ഉഴുന്ന് അരച്ച പോലെ അത്ര പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയതായിട്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു തരിതരിപ്പ് തോന്നുന്ന ചെറുതായിട്ട് തോന്നുന്ന രീതിയിൽ വേണം അരി അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള അരിയും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ള കളറുള്ള ചോറാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി നല്ല വെളുത്തിട്ടിരിക്കും. അപ്പോൾ കുത്തരിയുടെ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയിൽ ചെറിയൊരു ചുവപ്പ് കളർ വരും. അപ്പോൾ നല്ല വെള്ള കളറുള്ള ചോറ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിൽ നമുക്കൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചോറ് അരച്ച് കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളെടുത്തിട്ടുള്ള അരിയും ഉഴുന്നും ഉലുവയും ചോറും എല്ലാം തന്നെ നന്നായി അരച്ചിട്ട് പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് ഇത് നന്നായി മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കൈ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നന്നായി തന്നെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. നമ്മൾ ഒരു കയ്യിലോണ്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ വീഴുന്ന രീതിയിലാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാനായിട്ട് വെക്കണം. നമ്മൾ രാത്രിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ എണീറ്റ് ഉണ്ടാക്കുന്ന സമയമൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാനായിട്ട് പുറത്ത് തന്നെ വെക്കണം. ഇപ്പോൾ ഞാൻ രാത്രി വെച്ചിട്ട് രാവിലെ ഒരു 6 മണിക്കാണ് എടുക്കുന്നത്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് ഓയിലൊന്ന് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കണം. നമ്മൾ ഇഡ്ഡലി അധികം ഒട്ടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2-3 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇഡ്ഡലിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇത് കറക്റ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി തണുക്കാനായിട്ട് വെക്കണം. നന്നായി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടി പിടിക്കാതെ ഈ ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു പരന്ന കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.